സവാള ഗിരി സവാള ഗിരി ഗിരി. പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ചോദ്യങ്ങൾ നീളുന്നത് കടകംപള്ളിയിലേക്കാണ്. ഇളക്കുന്നത് അവരുടെ കാര്യം, സ്വർണം പൂശുന്ന അവരുടെ കാര്യം. പൂശുന്നോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്കില്ല. പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല. ഇളക്കാൻ പറയാൻ അവകാശമില്ല. ഇന്നലെ മുതൽ കടകംപള്ളി സുരേന്ദ്രൻ വളരെ അസ്വസ്ഥനാണ്. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിനെതിരെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കാൻ പോരാ, അവരെ കൊണ്ട് ഉപ്പ് തീറ്റിച്ചവരും വെള്ളം കുടിക്കേണ്ടതായിട്ട് കേൾക്കും. ഇപ്പം പത്മകുമാർ കുറ്റക്കാരനാണെന്ന് പറയാനിപ്പോ പറ്റില്ല. ഇപ്പൊ ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ. ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. നിലപാടില്ലാത്തത് കൊണ്ട് പിന്നെ വ്യത്യസ്തമെന്നോ വ്യത്യസ്തം അല്ലാത്തതെന്നോ ഉള്ള ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അവിടെ രേഖാമൂലമായ കൃത്രിമം നടത്തി. സ്വർണം ചെമ്പാകുന്നു, ചെമ്പ് പിച്ചളയാകുന്നു, പിച്ചള പിന്നെയും ചെമ്പാകുന്നു. ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. ആരെയും ഞങ്ങൾ സംരക്ഷിക്കൂല, എല്ലാവർക്കും ഒറ്റ നിലപാട്. പക്ഷെ പറഞ്ഞെത്തുമ്പോ അതിന് കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എത്ര സ്റ്റെപ്പുകൾ കിടക്കുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാം. അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. ഗവൺമെന്റ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെന്റ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല. ദേവസ്വം മന്ത്രിക്ക് യാതൊരു റോളും ദേവസ്വം വകുപ്പിൽ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പൊസിഷൻ കേരളത്തിൽ കൊടുക്കുന്നത്? മനസ്സിലാകുന്നില്ല. അതിനാണ് ദേവസ്വം മന്ത്രി. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിന്റെ ഒരു ഫയലും എന്റെ മുന്നിൽ വന്നിട്ടില്ല. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അയ്യോ, ഞങ്ങൾക്കൊരു ബന്ധമില്ല. ആരാ പത്മകുമാർ? CPIഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുന്നത് പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരു പൊസിഷൻ അല്ല. മനസ്സിലായില്ലേ? ഇവരൊന്നും പാർട്ടിയിൽ ആരും അല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അതിനെ വെറുതെ മോശമാക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. ഇനിയിപ്പോ ഈ അറസ്റ്റിലായ വാസുവും പത്മകുമാറും BJP-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ ഒക്കെ ആണെന്നും കൂടെ പറഞ്ഞ കുറച്ചും കൂടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റുമെന്നാ. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിന്റേത് മാത്രമാണ്. പാവം ദേവസ്വം മന്ത്രിക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു ആ വകുപ്പിൽ. സ്വർണം എന്നുള്ളതൊന്ന് തിരുത്തി ചെമ്പ് എന്ന് എഴുതി. ഇനിയിപ്പോ സ്വർണ്ണമാണെങ്കിലും എന്താ, ചെമ്പാണെങ്കിലും എന്താ, എല്ലാം ലോഹമല്ലേ. നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അങ്ങേർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല, അങ്ങേർക്കൊന്നും ഓർമ്മയില്ല. ഇനി അംനീഷ്യ ബാധിച്ചെന്നും പറഞ്ഞൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ സംഘടിപ്പിച്ച അണ്ണന്റെ കാര്യം ഓക്കെ. ഒരു ഭാഗത്ത് കളവടക്കുന്നു, ഒരു ഭാഗത്ത് നവോത്ഥാനം നടത്തുന്നു. എന്തൊരു അതിക്രമണം നൽകുന്നു. അതൊക്കെ കണ്ട ആളുകൾ കോരിത്തരിക്കുന്നു, കൈയടിക്കുന്നു. ഇതാ കേരളത്തിൽ നവോത്ഥാനം പൂർത്തിയായി. എന്തൊരു വലിയ പ്രഹസനമാണ്, എന്തൊരു വലിയ തട്ടിപ്പാട് നടത്തിയത്. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ അറിവോടെയല്ല, ഗവൺമെന്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ക്ഷേത്രമാണല്ലോ, പക്ഷെ അവിടുന്ന് കിട്ടുന്ന അതിനോട് താല്പര്യമുണ്ടല്ലേ. അയ്യപ്പനോട് താല്പര്യം ഇല്ലെന്ന് എല്ലാവരും അടിവേറും താങ്ങി നിൽക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. ഗവൺമെന്റിന്റെ അറിവോടുകൂടിയല്ല ഒന്നും ചെയ്തത്. ദേവസ്വം ബോർഡ് ആരൊക്കെയോ ചേർത്ത് പാളിയെല്ലാം അടിച്ചു മാറ്റി. എന്നിട്ട് ഇതിപ്പോ സർക്കാരിന്റെ തലയിൽ വെക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും താല്പര്യമേ ഇല്ല. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അഴിമതിയാണ്, അല്ലെങ്കിൽ കൃത്രിമമാണ്, മോഷണമാണ്, കൊള്ളയാണ് എന്ന് ബോധ്യമായിട്ട് ഈ സഖാവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കയ്യാമം വെച്ചില്ല എന്ന് മാത്രം. അതുപോലെ ഇനി കുറച്ചാളുകളും കൂടി ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ പോലീസ് ജീപ്പിൽ കൈവലങ്ങൊക്കെ വെച്ച് പോകുന്നത് കാണുമ്പോ ഭക്തജനങ്ങൾ ഒന്നാകെ ധന്യരാകും. ഇനി പോലീസ് കേസിൽ
പത്മകുമാർ ഒഴിച്ച് വേറെ ആളുകൾ പ്രതിയാക്കുമെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വലിയ നേതൃത്വത്തിലേക്ക് പോകാൻ പറ്റിയില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം രേഖാപരമായ തെളിവുണ്ട് അദ്ദേഹം നടത്തിയ കൃത്രിമങ്ങൾക്ക്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. അദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഇതിന് പുറത്തുള്ള ഒരാളെ പ്രതിയാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് തെളിവുണ്ടേ. വെറുതെ നമുക്കറിയാം ഇന്ത്യൻ ആളുകൾക്കായിരിക്കും ഇത് ചെയ്തതെന്നുള്ളെങ്കിൽ പോലും. ആ വാസുവിനെ കൈവലങ്ങൊക്കെ അണിയിച്ചുകൊണ്ട് പോയത് കണ്ടപ്പോ എന്തൊരു സമാധാനവും തൃപ്തിയായിരുന്നു എന്നറിയാവോ. അപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് 10 ദിവസമായതിനു ശേഷവും അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി പ്രഥമ ദൃഷ്ട്യാ പോലും ഒരു കുറ്റം കാണുകയോ അല്ലെ അദ്ദേഹത്തെ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മേൽ നടപടിക്ക് കമ്മിറ്റി രൂപീകരിക്കുക ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് ജയിലിൽ കിടക്കും. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വളരെ കൗതുകരമല്ല. അപ്പൊ അത് വിരൽ ചൂടുന്നത് എവിടേക്കാണ്? ഈ വലിയ സ്വർണ്ണ കൊള്ള നടത്തിയത് പാർട്ടിയുടെ അറിവോട്ടാണ്, പാർട്ടിയുടെ താല്പര്യപ്രകാരമാണ്. ഇതിൽ ആർക്കൊക്കെയാണ് ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് എത്ര കിട്ടി എന്നുള്ള ചോദ്യത്തിന് മാത്രമേ ഇതിപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എവിടോട്ടാ കൊണ്ടുപോകുന്നേ? ഈ ഭക്തരുടെയൊക്കെ വീടുകളിലോട്ട് വീതിച്ചു കൊടുക്കുവാണോ അതോ ദേവസ്വം ബോർഡ് മൊത്തം അങ്ങെടുത്ത് ചെലവാക്കുകയാണോ? അവരെല്ലാരും കൂടെ തിന്നു തീർക്കുവാണോ? സർക്കാരിന് ഇതിലൊന്നും യാതൊരു റോളും ഇല്ലേ? ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളൂ. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എവിടാ? മന്ത്രിമാരുടെ വീടുകളിലായിരുന്നോ മാറി മാറി? അത് എന്തിനാ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? എന്തൊക്കെയോ പറഞ്ഞ് തള്ളുന്ന കേട്ടായിരുന്നല്ലോ. ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കും, ഇന്റർനാഷണൽ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ. അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയായിരുന്നോ? അതിലൊന്നും സർക്കാരിന് ഇപ്പൊ യാതൊരു പങ്കുമില്ല അല്ലേ? ശ്രീ പത്മകുമാറിനെ CPM-ന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിലാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം പ്രസിഡന്റിന്റെ നിയമനത്തിലോ ദേവസ്വത്തിന്റെ ഫംഗ്ഷനിങ്ങിലോ പാർട്ടിക്കോ സർക്കാരിനോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നതല്ല. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കത് ബോധ്യമായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി SITയെ നിയമിച്ചത് കൊണ്ടും അന്വേഷണം കുറ്റമറ്റതായതുകൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ആ അന്വേഷണം എത്തിച്ചേരുന്നുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ലെന്നാ. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. മടിയിൽ കനമില്ല, എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. അന്വേഷണം അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അണ്ണന്റെ കയ്യിലേക്കും കൂടി ആ ആഭരണം വീണ സമയത്ത് ഈ അന്വേഷണത്തിൽ എന്തൊക്കെയോ രാഷ്ട്രീയ ആസൂത്രണങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അന്വേഷണം കുറ്റമറ്റതല്ല എന്നൊന്നും ഇതേ നാക്കൊണ്ട് പറയരുത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? ഒരുമിച്ച് കട്ടവർ ഒരുമിച്ച് ഉള്ളിലേക്ക് പോകട്ടെ അല്ലയോ സഖാവേ? ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങൾ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആരോടും ഒന്നും വിളിച്ച് പറയണ്ട. അഹങ്കാരമൊക്കെ ഒന്ന് ഒതുക്കിക്കോ. നാട്ടുകാരോട് അണ്ണന്റെ നാക്കുകൊണ്ട് വിളിച്ചു പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞങ്ങൾ അറിയുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച്, അന്നത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമാണ്. യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. നിയമസഭ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ഈ കൈകൾ ശുദ്ധമാണ്. 5-6 ദിവസം മുമ്പ് വാസു അറസ്റ്റിലാകുന്നതിന് മുമ്പ് അങ്ങേരും പറഞ്ഞായിരുന്നു ശുദ്ധമാണെന്ന്. പത്മകുമാറും പറഞ്ഞായിരുന്നു ശുദ്ധമാണെന്ന്. ഈ ശുദ്ധന്മാരെ എല്ലാരെയും കൂടെ കൊണ്ടിടാനുള്ള സ്ഥലം ജയിലിലുണ്ടോന്നോ ഇപ്പം? ഒരു ഫയലും ഒരു കാര്യവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ല. ഇളക്കുന്നത് അവരുടെ കാര്യം, സ്വർണം പൂശുന്ന അവരുടെ കാര്യം, സ്വർണം കൊണ്ട് കൊടുക്കുന്നത് ഭക്തരുടെ കാര്യം, സ്വർണം പൂശുന്നത് ക്ഷേത്രത്തിന്റെ കാര്യം, അത് അടിച്ചു മാറ്റുന്നത് നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. പൂശുന്നോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്ക് ഇല്ല. പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല. നല്ലവനായ ഉണ്ണി ആരും സംശയിക്കരുതേ. വിഷമം കയറി അണ്ണൻ ആത്മാഹൂതി ചെയ്ത് കളയും. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. ഇളക്കാൻ പറയാൻ അവകാശമില്ല. നമ്മൾ ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഇപ്പൊ തുടങ്ങിയല്ലോ ശബരിമല സീസൺ. ശബരിമലയിൽ ഉത്സവം നല്ല ഗംഭീരമായിട്ട് നടത്തുക എന്നുള്ള ഒറ്റ ചുമതലയെ ദേവസ്വം മന്ത്രിക്കുള്ളു കേട്ടോ. അപ്പൊ ഇതായിരുന്നല്ലേ അണ്ണന്റെ ഉത്തരവാദിത്വം? ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? നിങ്ങളൊന്നും വിശ്വാസികളല്ലല്ലോ. നിങ്ങൾ എന്ന് കൊടകയറും താങ്ങി നിൽക്കുകയല്ലേ ഉള്ളൂ. അപ്പം വിശ്വാസികളെ ഏൽപ്പിച്ചാൽ അവരതിനേക്കാൾ ഗംഭീരമായിട്ട് ഉത്സവമൊക്കെ നടത്തും. പിന്നെ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, പോലീസുകാരും കൂടെ ചേർന്ന് അവരത് നടത്തിക്കോളും. അതിനിങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് എന്തിനാ? ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ഇത് ഔട്ട് ആൻഡ് ഔട്ട് കൊള്ളയാണ്. വെറും കൊള്ളയല്ല, ആലോചിച്ച് ഉറപ്പിച്ച് വലിയ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തി വളരെ വൃത്തിയായി നടപ്പാക്കിയ ഒരു പകൽ കൊള്ളയാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. Bing bing boo, tum 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 tum